അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, കുറേ ദിവസമായല്ലോ അല്ലേ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കടയിൽ ക്ലീനിങ് തന്നെയാണ്, നമ്മൾ പഴയ പോലെ തന്നെ. പക്ഷേ എന്താ പറയുക, ഞാൻ പോയതോട് കൂടിയിട്ട് വിട്ട് നിന്നോട് കൂടിയിട്ട് ചായക്കൊക്കെ ആൾ കുറഞ്ഞിട്ടോ. നമ്മളാണല്ലോ ചായ മാസ്റ്റർ. നമുക്കതങ്ങനെ ചായ വശമില്ല. പിന്നെ കുക്കിങ്ങിന് ഒരാളെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു ലാഭം അങ്ങനെ പോവും. അതൊക്കെയാണ് സ്ഥിതി. ഇപ്പോൾ വെച്ചാൽ കച്ചവടം കുറച്ച് കുറവാണ്. ഗ്ലാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്. ഞാൻ ഒരു താൻ്റെ അടുത്ത് ഇന്ന് ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെമണിൻ്റെ ഇതുള്ളതുകൊണ്ട് ഗ്ലാസ് കുറേ പൊട്ടിപ്പോയിട്ടോ. പുതിയ ഗ്ലാസ്സുകൾ പിന്നീട് ഞാൻ വാങ്ങിയതാണ്. ഒരുപാട് ഗ്ലാസ് പൊട്ടി 10-15 എണ്ണം അങ്ങനെ ചിന്നിപ്പോയി. അപ്പോഴാണ് ഓർത്തത് ലെമണിൻ്റെ ലിക്വിഡാണല്ലോ പുതിയത് വാങ്ങിയത്. ഞാൻ ഇവിടുത്തെ കടയിൽ നിന്നാണ് വാങ്ങൽ. പക്ഷെ അത് ഇട്ട് ഗ്ലാസ് കഴുകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. കുറേ ഗ്ലാസ് പൊട്ടി നാശമായി പറയുന്നു. അങ്ങനെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കഴുകി നമ്മളെ പതിവ് തന്നെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ കയ്യിലെ മുകളിലും കാലിൻ്റെ മുകളിലും ഒരു പണികളും വേറിടില്ല. ഒരു കഥയാണ്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് കുക്കിങ്ങിന് ആൾ ലീവുമാണ്. പൂപ്പൽ കാണാൻ വേണ്ടി പോയിക്കണം. അപ്പോൾ എല്ലാവരും പൂപ്പൽ കാണാൻ പോകുന്നുണ്ട്. നമുക്ക് പിന്നെ അതൊന്ന് കാണാൻ പോകുന്ന ഒരവസ്ഥയിലല്ല കേട്ടോ. പോകണമെങ്കിലും വേണം പൈസ. നമ്മളെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്താ പറയുക, മാനായിട്ട് കുറച്ച് 10-20 ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോഴത്തേന് കച്ചവടവും കാര്യങ്ങളൊക്കെ താറുമാറായി. മൊത്തത്തിൽ പെൻഡിങ്ങായി എല്ലാ കാര്യങ്ങളും. എന്താ സംഭവിച്ചെന്നറിയില്ല. എല്ലാ കാര്യങ്ങളും ഒന്നും ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒക്കെ ഇട്ട് വീണം. പിന്നെ ഞാൻ പറഞ്ഞാൽ 1-2 ദിവസം മുന്നേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കടയിൽ സ്പെൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ കടയിലത്തെ ഒരു കാര്യങ്ങളും ഇപ്പം ഞാൻ ചെയ്യലില്ല. എന്ന് വെച്ചാൽ പൈസയുടെ കാര്യം അറിയലില്ല. ഒക്കെ താളം തെറ്റിയെന്ന് പറയണം. ഒരു ലെവലിങ്ങനെ പോവുകയായിരുന്നു കടങ്ങളൊന്നുമില്ലാന്ന്. അപ്പോൾ കടങ്ങൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനും എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആയിട്ടാണ്. പറയണ്ട, ഫുള്ള് ബഡ്ജറ്റും തെറ്റി. സാമ്പത്തികമായിട്ട് വളരെ ഒന്നും കൂടി പ്രയാസത്തിലായി. കടങ്ങൾ വീണ്ടും വന്നു. കുറേ കടം വരുത്തിപ്പോൾ. അധിക ചിലവ് വേറെ. നമ്മളൊരു 7 ലക്ഷം പറയണ്ടോ. അവിടെ നിന്നപ്പോഴത്തേന് കുട്ടികൾക്കും വയ്യ. പിന്നെ അംഗനവാടിയത്തെ പ്രോഗ്രാം. അപ്പോൾ അതിനുള്ള ഇതിലും കുറച്ച് ചിലവ് വന്നു. ഇതിൽ നിന്നൊരു 10-500 റുപ്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രയാസത്തിലാണ്. മൊത്തത്തിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും താളം തെറ്റിപ്പോയി. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇങ്ങനെ നിന്നാണ്ട് ഒരു ലെവലിൽ അങ്ങനെ പോവായിരുന്നു. ഓരോരോ ഭാഗത്തുനിന്നും കടം വാങ്ങിച്ചു പെൻഡിങ്. പിന്നെ പറഞ്ഞാൽ കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, താമസിക്കുന്നിടത്ത് വാടക, മൊത്തത്തിൽ താളം തെറ്റിട്ടോ. അതുപോലെ ലേശം മീൻ വാങ്ങി, കുറച്ച് മീനൊക്കെ വാങ്ങി കറി വെച്ച് വറുത്ത് കഴിക്കാൻ ആഗ്രഹമായി. എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഭക്ഷണമല്ല. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കലില്ല. തോന്നുമ്പോൾ കഴിക്കും. ഉമ്മാക്കും അങ്ങനെ ഒരു ഭക്ഷണമൊന്നും വേണ്ട. ഈ ചായയും ബ്രെഡും അങ്ങനത്തൊക്കെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും. ഇളനീര് അങ്ങനത്തൊക്കെ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കുഞ്ഞമത്തി ഇറക്കാമെന്ന് വെച്ചു. എനിക്ക് അയില ഇഷ്ടമല്ല കേട്ടോ. അയില ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അയില വേണ്ട. എനിക്ക് മത്തിയാണ് ഇഷ്ടം. കുഞ്ഞമത്തിയാണ് ഏറെ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് കുരുമുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ചീഞ്ചട്ടിയിലിട്ടിട്ട് വറക്കുകയാണ്. അപ്പോൾ നല്ലോണം വേവിക്കാൻ വേണം. എനിക്ക് കറി വെച്ചാലും മീൻ നല്ലോണം വേവണം, പൊരിച്ചാലും നല്ലോണം വേവണം കേട്ടോ. അപ്പോൾ മോൾക്ക് ചോറ് കൊടുത്തിട്ട്
അവൾക്ക് മീനൊന്നും നിർബന്ധമില്ല, ചിലപ്പോൾ കൂട്ടും. അവൾക്ക് പപ്പടം ഒരു ഉപ്പേരി ഉണ്ടായാൽ മതി. ഉപ്പേരി പിന്നെ പച്ചമുളക് ഇട്ടിട്ട് എരിവായത് കാരണം അവൾക്ക് ഉപ്പേരി കണ്ട പപ്പടം കൂട്ടിയിട്ട് അവൾ ചോറ് വയ്ക്കും. അപ്പം മീൻ പൊരിച്ചാലും മീൻ വന്നവൾ മീനൊന്നും എടുക്കാതെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. മോനോന് ചോറ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഉച്ചക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ആരുമില്ല കേട്ടോ കടയിൽ. പക്ഷേ ഈ ഏരിയയിൽ കല്യാണം ഉണ്ടെങ്കിൽ പറയും വേണ്ട. പിന്നെ പറഞ്ഞാൽ ഇത് ഉച്ചവരെ മാത്രം തുറന്നിരുന്നൊരു കടല്ല. ഉച്ചക്ക് ക്ലോസിങ് അല്ലായിരുന്നു. ചില ദിവസം അങ്ങോട്ട് ആൾ വരും. നമ്മളൊന്നും പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാതെ സാധാരണ ചോറ് മാത്രം ഉണ്ടാക്കി വെച്ച ദിവസമാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ പറഞ്ഞെടുത്ത പോലെ ആളുകൾ വരും. അതാണ് കേട്ടോ. സാധനങ്ങൾ ഉണ്ടെങ്കിലോ അങ്ങനെ ആരും ഇല്ല. നമ്മളൊരു ദിവസം ചോറൊന്നും ഉണ്ടാക്കാതിരുന്നാലോ അന്നത്തെ ദിവസം ചോദിച്ചു വരും. ഇവിടെ നിന്നെങ്കിലൊക്കെ ആളുകളൊക്കെ വരും. അതൊരു പ്രത്യേകതയാണല്ലേ കച്ചവടത്തിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഞാൻ ചോറ് കഴിക്കട്ടെ.